പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരു സിനിമ റിലീസായിട്ടുണ്ട്. തമിഴിൽ നിന്നും ഈ ആഴ്ച റിലീസായ സിനിമയാണ് ഡ്രാഗൺ. അതിന്റെ ട്രെയിലർ കണ്ടാൽ തന്നെയാണെങ്കിൽ ഭയങ്കര, കാരണം വെച്ചാല് ട്രെയിലറിൽ കാണുന്നത് നമ്മള് ഭയങ്കര ഒരു കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവസാനം ഈ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരെ അനുഭവിക്കുന്ന മെന്റൽ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ കണ്ടാൽ നമുക്കത് എൻഗേജിങ് ആയിരിക്കും, നമുക്കൊരു എന്റർടൈനിങ് ആയിരിക്കും പടം എന്നുള്ള രീതിയിൽ ഞാൻ പോകണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് അതിനേക്കാൾ മുകളിൽ, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഒരു പടി ഒന്നല്ല, ഒരുപാട് പടി മുകളിൽ നിൽക്കുന്ന ഒരു പടമാണ്. ഭയങ്കര രസകരമായിട്ട് പടം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അയാളൊരു 8-10 വർഷത്തെ ഒരു ജേണിയാണ് ഈ പറയുന്ന കഥാപാത്രത്തിന്റെ. വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ പ്രദീപ് രംഗനാഥൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അയാളെ ആദ്യത്തെ പടം കോമാളിയായിരുന്നു ഡയറക്ട് ചെയ്തത്. അതിൽ ലാസ്റ്റ് ചെറുങ്ങനൊന്നും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലവ് ടുഡേ അയാൾ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ച പടമാണ് ഇത്. പക്ഷെ മറ്റൊരു വ്യക്തിയാണ്, എനിക്ക് പേരെനിക്ക് ഓർമ്മയില്ല, സംവിധാനം ചെയ്തിട്ട് പ്രദീപ് രംഗനാഥൻ അഭിനയിച്ച പടമാണ്. പക്ഷെ എനിക്ക് ആ സിനിമയിൽ ഉടനീളം കാണുമ്പോൾ ലവ് ടുഡേയിലെ ഒരുപാട് മാനറിസങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മ്യൂസിക്കും ഏകദേശം ലവ് ടുഡേയോട് അടുപ്പിച്ച് നിൽക്കുന്ന ഒരു മ്യൂസിക്കുകളാണ് എനിക്ക് തോന്നിയില്ല. ഒരുപക്ഷെ ഈ ഒരു പാറ്റേണിൽ എടുക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം. കാരണം വെച്ചാൽ അതേപോലത്തെ ചെറുപ്പക്കാരൻ്റെ ഒരു കഥ, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥ പറയുമ്പോൾ ഒരുപക്ഷെ ഇതേ സാധനം തന്നെ കൊണ്ടിട്ടാലും പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാർത്ഥികൾ എന്തായാലും എങ്ങനെയാണ് വിദ്യാർത്ഥികൾ മാറേണ്ടത്? ഇപ്പം ഞാനൊരു പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, എൻ്റെ പേഴ്സണലായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പറയണം തോന്നുന്നു, ഞാൻ ഒരു പക്ഷെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിട്ട് നിന്നതും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, അവിടെ ഞാൻ എന്നെ തന്നെ കാണും ഈ വിദ്യാർത്ഥികളിലേക്ക് നോക്കുമ്പോൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ആ കാലത്ത് ഇത്രയും മണ്ടത്തരം ചെയ്തിരുന്നു, ഇത്ര തെറ്റുകൾ ചെയ്തിരുന്നു, ഇങ്ങനൊന്നും ആയിരുന്നില്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥിക്കും ഈ ഇപ്പുറം ഭാഗത്ത് നിൽക്കുമ്പോഴായിരിക്കും മനസ്സിലാവില്ല നമ്മൾ ഇങ്ങനെയൊക്കെ മാറണമായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു സിനിമ. ഡ്രാഗൺ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു വിദ്യാർത്ഥി മെച്ചോർഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് അയാൾ പുറത്തിറങ്ങി ജോലി ജീവിതം എന്നുള്ള ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും അയാൾ പണ്ട് അനുഭവിച്ച, അല്ലെങ്കിൽ പണ്ട് ഭയങ്കരമായിട്ട് എന്റർടൈനിങ് ആയിട്ട് നടന്നതിന്റെ പ്രശ്നങ്ങൾ, അതായത് പഠിക്കാതെ നടന്നതിന്റെ, എന്റർടൈനിങ് ആവുകയോ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നോ ഒന്നുമല്ല പ്രശ്നം, പഠിക്കാതെ ഉണ്ടാവുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് പിന്നീടുള്ള കാലത്ത് മനസ്സിലാവും. അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പം എങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു പക്ഷെ മാൽ പ്രാക്ടീസ്, അതായത് കോപ്പി അടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സീറ്റ് നമുക്ക് കിട്ടിയിട്ടാകുമ്പോൾ നമ്മളത് വെറുതെ പഠിക്കാതെ കളഞ്ഞു വിളിക്കുമ്പോൾ അത് മറ്റൊരാളുടെ അവസരമാണ് ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും അത് ചിന്തിക്കും. കാരണം ഞാൻ ആ സമയത്ത് പഠിച്ചിട്ട് അതിന്റെ ബാക്കിയൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് മറ്റൊരു കുട്ടിക്ക് അവിടെ കിട്ടേണ്ടിയിരുന്ന സീറ്റായിരുന്നു അത് നഷ്ടപ്പെടുന്നത്. അയാള് പഠിച്ചിട്ട് ചിലപ്പോൾ അയാളുടെ കുടുംബത്തിനൊരു അത്താണി ആവേണ്ടിയിരുന്ന ഒരു പരിപാടികളൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. ഞാനിങ്ങനെ വിരിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, അതായത് അയാൾ കോപ്പി അടിച്ച് ഇതാക്കിയതിൽ കൂടി മറ്റൊരാളുടെ അവസരം ഇല്ലാണ്ടായി എന്നുള്ളതൊക്കെ, അതെല്ലാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോ, സാധാരണ ഒരു സിനിമയില്, തമിഴ് സിനിമകളിൽ പ്രത്യേകിച്ച് ഒരു നായകനെ ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇങ്ങനെ ഒരു എന്റർടൈനിങ് സിനിമകളില് നായകന തീരെ ഞാൻ ഒരുപക്ഷെ ഡോൺ എന്ന് പറഞ്ഞിട്ട് മറ്റേ ശിവകാർത്തികന്റെ പടമൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിലൊക്കെ ഞാൻ വിചാരിച്ചത് ഇയാളെങ്ങനെയൊക്കെ, ഇയാള് ഫുള്ള് അത്രയും മോശം രീതിയിൽ കളിച്ചൊരു വ്യക്തി അവസാനം വിജയിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സമൂഹത്തിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് ഭയങ്കര നെഗറ്റീവ് അല്ലേ? അത് പാടില്ലായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ അതെനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയിൽ കൃത്യമായിട്ടും അങ്ങനെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തായിത്തീരും എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ളത് ആ നായകൻ അത്രയും
അത് ചെയ്യാൻ തയ്യാറായത് കൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം സാധാരണ മറ്റ് വലിയ വലിയ നടന്മാരൊന്നും ഇങ്ങനെ ഒരു റോള് ചെയ്യാൻ തയ്യാറാവില്ല. കാരണം ക്ലൈമാക്സ് എത്തുമ്പോൾ നായകൻ തോറ്റു എന്ന് പറയുന്നത്, അയാള് പൂർണ്ണമായും തോക്കുന്നത്, അതൊരു ജയമാണ്. കാരണം വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു ജയമാണ് എന്നുള്ളത് പറയുമ്പോഴും അങ്ങനത്തെ ഒരു റോള് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര സംഭവമാണ്. അത് പ്രദീപിനും ഈ സംവിധായകനും എല്ലാവർക്കും ഞാൻ കൈയോടെ എടുക്കാം. പിന്നെ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിന്റെ സമയത്ത് പ്രദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് നടിമാരെ സമീപിച്ചെങ്കിലും അവരാരും ഈ റോൾ ഏറ്റെടുക്കാൻ, ഇങ്ങനത്തെ അയാളുടെ ഒപ്പം അഭിനയിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴും സമൂഹത്തിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അതിലെ കൂടി ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ജാതി അല്ലെങ്കിൽ നിറം, വർണ്ണവിവേചനം, അതൊക്കെ അവര് കാണിച്ചിട്ടുണ്ട്. അത് പണ്ട് നമ്മളെ മലയാളത്തിലടക്കം കലാഭവൻ മണി അടക്കം അനുഭവിച്ചിരുന്ന സാധനമാണ്. അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയുന്നും വേണ്ട. അപ്പം ഇങ്ങനെ നല്ല നല്ല സബ്ജക്റ്റുകൾ, ഇപ്പം പിന്നെ പാർവതി തിരുവോത്ത് പറഞ്ഞത് നമുക്കിവിടെ തുല്യവേതനത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഈക്വലായിട്ട് നമുക്ക് പിന്നെ വർക്ക് കിട്ടുന്നില്ല എന്നുള്ള. അപ്പൊ ഇവിടെ വർക്ക് തേടിപ്പോയിട്ട് വരെ അവിടെ ഉണ്ടായിരുന്ന നടിമാരത് വേണ്ട, ഇദ്ദേഹം ആയതുകൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ അതൊക്കെ വളരെ മോശമാണെന്ന് വിശ്വസിക്കുന്നു. വെദർ ഇറ്റ് ഈസ് അവര് പിന്നെ കിട്ടിയോ കിട്ടിയില്ല, സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്, വളരെ നല്ല സിനിമയാണ്. എല്ലാ വിദ്യാർത്ഥി സമൂഹവും, വിദ്യാർത്ഥികളെ കാണുന്ന അധ്യാപക സമൂഹവും, അതുപോലെ തന്നെ എല്ലാവരും സിനിമ കാണണം എന്നാ പറയുന്നത്. എന്നാലേ അവർക്കുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഒരിക്കൽ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ അത്രയും നല്ലത്. കാരണം അവർക്ക് ആ സിനിമയും വിജയിക്കും, ഇത്രയും കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.